രാമായണത്തിലെ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ ജലഛായ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് കൊച്ചി സ്വദേശിയായ മ്യൂറൽ ആർട്ടിസ്റ്റ് മനോജ് മത്തശ്ശേരി. കർക്കിടക മാസത്തിന് തുടക്കത്തിൽ ആരംഭിച്ച ചിത്രപരമ്പരയിൽ രാമൻ, സീത, രാവണൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ മനുഷ്യസഹജമായ ഭാവങ്ങളും സ്വഭാവ സവിശേഷതകളുമായാണ് ഈ ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആ കാഴ്ചകൾ കാണാം. ഭാരതീയ കലാസാഹിത്യ പാരമ്പര്യത്തിൽ രാമായണത്തോളം ഇതിവൃത്തമായിട്ടുള്ളൊരു മൂലകൃതി മറ്റൊന്നില്ല. കഥയായും കവിതയായും സിനിമയായും നാടകമായും ചിത്രങ്ങളായും രാമകഥ നമുക്ക് മുന്നിൽ ആവിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ മനോജ് മത്തശ്ശേരിൽ എന്ന ചിത്രകാരൻ രാമകഥയ്ക്ക് നിറം പകരുകയാണ്. കർക്കിടകം പുലർന്ന ആദ്യ ദിനത്തിൽ ജലഛായം പടർന്നത് ഭക്തഹനുമാന്റെ രൂപത്തിൽ. രണ്ടാം ദിനം പിറന്നു മായയായി മാരീചൻ. പിന്നീട് ജടായുവും രാവണനും സീതയും രാമനും. ദിനങ്ങളോരോന്നും പാരായണം പോലെ രാമകഥയുടെ ആവിഷ്കാരങ്ങൾ. കൂടുതൽ ജനകീയമാണ് രാമായണം. അത് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മാത്രമല്ല, കഥാപാത്രങ്ങളാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്, ഓരോരുത്തർക്കും ഓരോ വിചാരങ്ങളുണ്ട്. ഇതെല്ലാം സാധാരണ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്ന ഒരു കൃതി എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു കൃതിയാണ് രാമായണം. രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം അവരുടെ എക്സ്പ്രഷൻസിൽ കൂടി അവരുടെ മാനസിക വ്യഥ അല്ലെങ്കിൽ അവരുടെ മനസ്സെന്താണെന്നുള്ളത് ഞാൻ വരയിലൂടെ ചെയ്തുകൊണ്ടിരിക്കണം. എന്താ പറയുക, ഞാൻ നാലമ്പലം തൊഴുന്നതിലും കൂടുതൽ പുണ്യമായിട്ട് കരുതുന്ന ഒരു കാര്യമാണിത്. കണ്ടുശീലിച്ച ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും ഉപേക്ഷിച്ചു. പരമാവധി സാധാരണ വേഷവിധാനങ്ങളിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ചുമർചിത്ര കലാകാരനാണെങ്കിലും വ്യവസ്ഥാപിത ശൈലികളിൽ നിന്ന് വ്യതിചലിച്ചു. ഒട്ടും തന്നെ ഓർണമെന്റൽ ആയിട്ടല്ല ഞാൻ വരച്ചിരിക്കുന്നത്. രാമൻ അതുപോലെ തന്നെ പല കഥാപാത്രങ്ങൾക്കും നമ്മൾ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോഴോ ഒക്കെ രാജാവാണെങ്കിൽ കിരീടം ഉണ്ടാവും, സർവാഭരണ വിഭൂഷിതനായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ മനുഷ്യരായിട്ട് വരച്ചിരിക്കും. കൈകേയി വരച്ചപ്പോൾ ആ കൈകേയിയുടെ മനസ്സെന്തായിരുന്നു എന്നുള്ളത് ആ ചിത്രത്തിൽ കാണാം. അതേപോലെ തന്നെ വളരെ നിസ്സഹായമായിട്ടുള്ള സീത, അതിലും നിസ്സഹായാണ് ഊർമിള. അപ്പം ഇവരെയൊക്കെ വരയ്ക്കുന്ന സമയത്ത് അവരുടെ മനസ്സെന്താന്നുള്ള അതിൽ നിന്ന് കാണാം. ഫ്രണ്ടിൽ നമ്മൾ ആ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് ഞാൻ എല്ലാം ചെയ്യുന്നത് വാട്ടർ കളറിലാണ്. വാട്ടർ കളർ സാധാരണ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. വാഷസിലൂടെയാണ് കൂടുതലും നമ്മൾ ചെയ്തു വരുന്നത്. പക്ഷേ ഞാൻ ആ ഒരു സങ്കേതത്തിൽ നിന്ന് മാറിയിട്ട് ടോട്ടലി പുതുതായിട്ട് ഒപ്പേക്ക് സ്റ്റൈലിൽ, അതായത് പല കളറുകളും അടച്ചടച്ചാണ് ഞാൻ ചെയ്യുന്നത്. അറിയും തോറും ആഴം കൂടുന്ന രാമായണ കഥാപാത്രങ്ങളുടെ ചിത്രാവിഷ്കാരത്തെ കർക്കിടക മാസത്തിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല ചിത്രകാരൻ. കർക്കിടക മാസത്തിൽ തുടങ്ങി ഇപ്പോൾ 31 ആയി. പക്ഷേ ഞാൻ എത്ര കഥാപാത്രങ്ങളെ മാക്സിമം വരയ്ക്കാൻ പറ്റുന്നതാണ് ഇനി നോക്കാൻ പോണത് രാമായണത്തിൽ. തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു എക്സിബിഷൻ എവിടെയെങ്കിലും ചെയ്യണം. അത് ഇന്ത്യയിൽ വെച്ചും ചെയ്യണം, കേരളത്തിൽ വെച്ച് ചെയ്യണം, പുറത്ത് വെച്ച് ചെയ്യാൻ പറ്റിയാൽ ചെയ്യണം. പുറത്ത് വെച്ച് ചെയ്യാൻ 1-2 ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഇതൊരു പുണ്യമായിട്ട് തന്നെ കരുതുന്നത്. ആഖ്യാനം കൊണ്ടും ആവിഷ്കാരങ്ങൾ കൊണ്ടും പല രൂപങ്ങളിൽ അതിരുകളില്ലാതെ രാമായണം കാലത്തെ അതിജീവിക്കുകയാണ്. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, കൊച്ചി.